വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് PYQ അല്ല, ഡിഫറൻഷിയേഷൻ ജസ്റ്റ് എല്ലാ മോഡലും ഒന്ന് പാരാമെട്രിക്, ലോഗറിതമിക്, ഹയർ ഓർഡർ ഡെറിവേറ്റീവ് എല്ലാം ജസ്റ്റ് ഓരോ മോഡലും നോക്കാം, റിവൈസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കുട്ടികളോടും ഇതുവരെ കമൻറ്റ് ചെയ്ത കുട്ടികളോടും എല്ലാവരോടും താങ്ക്സ്, ഒത്തിരി താങ്ക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. sin y is equal to x into sin a plus y. Find dy by dx. ഇത് സ്പെഷ്യൽ കേസാണ്. എന്നുവെച്ചാൽ ഇതിൽ എക്സിൻ്റെ ഒരേ ഒരു ടേമേ ഉള്ളൂ അല്ലേ. അപ്പം നമ്മളിതിനെ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതുക. സൈൻ വൈ ബൈ സൈൻ എ പ്ലസ് വൈ. ഡിഫറൻഷിയേറ്റിംഗ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ. Differentiating with respect to y. dx by dy quotient rule. Denominator into derivative of numerator minus numerator into derivative of denominator whole divided with respect to y ആയതുകൊണ്ടാണ് നമ്മളിവിടെ വൈയുടെ ടേം വന്നിട്ട് ഇൻറ്റു dy by dx എഴുതാത്തത്. കാരണം വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സൈൻ സ്ക്വയർ എ പ്ലസ് വൈ. ന്യൂമറേറ്റർ ഏത് ഫോമായി? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ദെൻ സൈൻ എ മൈനസ് ബി, എ പ്ലസ് വൈ മൈനസ് വൈ. വൈ വൈ ക്യാൻസൽ. ടേക്കിംഗ് റെസിപ്രോക്കൽ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് തിരിച്ചിട്ടാൽ മതി. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽസ് സൈൻ സ്ക്വയർ എ പ്ലസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എ. Question number 2. Y is equal to root of sin x plus root of sin x plus etc. ഇവിടെ സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് കോസ് എക്സ് വരാം, ലോഗ് എക്സ് വരാം. അപ്പം അങ്ങനെ ഇവിടെ ഇൻഫിനിറ്റ് ടേംസ് ആണ് അല്ലേ. നമുക്ക് ഒരു ടേം മാറ്റി നിർത്തിയിട്ട് ഇതിനെ നമുക്ക് എന്ത് കൊടുക്കാം? വൈ തന്നെ കൊടുക്കാം. വൈ ഈസ് ഈക്വൽ ടു root of sin x plus y. Squaring on both sides, sin x plus y. Differentiating with respect to x. Y square derivative എന്താ? 2y into dy by dx. Cos x plus dy by dx. dy by dx നമുക്ക് ലെഫ്റ്റിൽ കൊണ്ടുവരാം. 2y minus 1. So dy by dx equals cos x by 2y minus 1. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ റൂട്ടിനകത്ത് ഇപ്പോൾ സൈൻ എക്സ് ആയിരുന്നു, നമുക്ക് ഇവിടെ എന്ത് വന്നു? കോസ് എക്സ് വന്നു. 2y മൈനസ് 1 മാറ്റമില്ല. ഇവിടെ ലോഗ് എക്സ് ആയിരുന്നെങ്കിൽ 1/x ഡിവൈഡഡ് ബൈ 2y മൈനസ് 1. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ന്യൂമറേറ്റർ എഴുതുക, ഡിനോമിനേറ്റർ 2y മൈനസ് 1. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി നിങ്ങൾ ചെയ്ത് നോക്കണ്ട, പെട്ടെന്ന് അങ്ങ് ഓപ്ഷൻ വിട്ടു പോകണം. ലോഗ് എക്സ് ആണ് 1/x വരും. ഇപ്പോൾ 1/x ഇൻറ്റു 2y മൈനസ് 1. ക്വസ്റ്റ്യൻ നമ്പർ 3. y is equal to log x to the base a plus log a to the base a. Find dy by dx. ഇവിടെ log x to the base e ആണെങ്കിലാണ് നമ്മൾ d by dx of log x 1/x പറയുന്നത്. പക്ഷേ ഇവിടെ എന്താ ബേസ്? x to the base a ആണ് അല്ലേ. നമുക്ക് ബേസ് ചേഞ്ചിങ് റൂൾ അപ്ലൈ ചെയ്യണം. log x to the base e ഇൻറ്റു log a to the base a. log a to the base a എന്ന് പറഞ്ഞാൽ എന്താ? 1. log x to the base x 1. dy by dx ഈക്വൽസ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. log എക്സിന് ഡെറിവേറ്റീവ് എന്താ? 1/x. ഡെറിവേറ്റീവ് ഓഫ് 1 0. ലോഗ് ഇനി ഇതും കൂടെ താഴെ എഴുതാം. എക്സ് log a ടു ദ ബേസ് എന്ന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഓപ്ഷൻ.
ലോഗ് ഇ ടു ദ ബേസ് എ നമുക്ക് എന്തെഴുതാം 1/log a ടു ദ ബേസ് ഇ. അവിടെ ഇ ആയതുകൊണ്ടാണ് എഴുതാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 4. f of x e raised to x less than or equal to 1 is equal to mx plus 6 x greater than 1. fx is differentiable at x is equal to 1. Find m. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടിന്യൂറ്റി എൽ എച്ച് എൽ പോലെ എൽ എച്ച് ഡി ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ഡിഫറൻഷ്യബിലിറ്റി. എൽ എച്ച് ഡി ഈസ് ഈക്വൽ ടു ആർ എച്ച് ഡി, ലെഫ്റ്റ് ഹാൻഡ് ഡിഫറൻഷ്യബിലിറ്റി. നമുക്ക് എം സി ക്യൂവിന് പെട്ടെന്ന് ചെയ്യാം. ഇതിനെ ഇവിടെ എൽ എച്ച് എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ 1 ഇ റൈസ് ടു എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ ഇ റൈസ് ടു എക്സ്. എം സി ക്യൂവിന് വേണ്ടി പെട്ടെന്ന് എഴുതുന്ന സ്റ്റെപ്പാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ എം. ഇനി എക്സിന് നമ്മൾ 1 കൊടുക്കുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു എം, എം ഈസ് ഈക്വൽ ടു ഇ. f of x is equal to 5/2 x square minus a raised to x. Find c such that f double dashed c is equal to 0. f dash x first derivative എന്താ 5/2 into 2x e raised to x. f double dash x 5x ന്റെ ഡെറിവേറ്റീവ് 5 e raised to x 0. f double dash c is equal to 0. 5 minus a raised to c 0. e raised to c എന്ത് വരും 5. Taking logarithm on both sides. log e raised to c എന്ന് പറഞ്ഞാൽ എന്താ c log e. log e എത്ര 1. that is c is equal to log 5. Taking logarithm on both sides. രണ്ട് സൈഡിൽ log എടുക്കുക. log e raised to c is equal to log 5. log e raised to c എന്താ c log e. log യുടെ വാല്യൂ 1. so c is equal to log 5. y raised to 1/m x plus root of 1 plus x square. Then if 1 plus x square into y2 means second derivative, plus x y1 equals നമുക്ക് ഇവിടെ y raised to 1/m ആണ് അല്ലേ. പവർ എം എടുക്കുക. ഇവിടെ y ആവും എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു എം. നമ്മൾ 1/2 ആണ് നമ്മൾ എന്ത് സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെ എം ആകുമ്പോൾ mth പവർ എടുക്കുക. ദെൻ ഡിഫറൻഷ്യേറ്റിംഗ് വി ഗെറ്റ് y1 ഈസ് ഈക്വൽ ടു ദ എക്സ് റൈസ് ടു എം ഫോം m ഇൻറ്റു m മൈനസ് 1 ഇൻറ്റു ചെയിൻ റൂള്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 റൂട്ട് എക്സ് ആണ് അറിയാലോ 1/2 റൂട്ട് എക്സ് ഇൻറ്റു 2x. 2 ക്യാൻസൽ. ടേക്കിംഗ് LCM root of 1 plus x square plus x whole divided by നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. a raised to m minus 1 into a ആ ഒരു ഫോമിലായി അല്ലേ. a raised to m into x plus root of 1 plus x square raised to m. അപ്പോൾ അതിനെ നമുക്ക് എന്തെഴുതാം m into y. Squaring on both sides 1 plus x square into y1 square is equal to m square y. Then differentiating with respect to x.
on both sides. First into y1 square derivative എന്താ 2y1 into derivative of y1 by 2 second derivative plus product second into derivative of first, derivative of 1 0, derivative of x square 2x, m square into y1 sorry y square ഇട്ടില്ല 2y into derivative of y എന്താ y1. ഇവിടെ 2y1 ഉണ്ട് 2y1 2y1 dividing each term by 2y1 dividing by 2y1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 plus x square into y2 plus x y1 is equal to നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്തെന്നാണ് അപ്പോൾ ആൻസർ എന്താ m square y എന്ന് ചെയ്യും. y is equal to tan inverse cos x by 1 plus sin x. Find dy by dx. y is equal to tan inverse cos x നെ നമുക്ക് sin pi by 2 minus x. sin 90 minus a എന്താ cos a. sin x നെ നമുക്ക് എങ്ങനെ എഴുതാം cos 90 minus a. tan inverse sin theta എന്നുള്ളതിനെ എങ്ങനെ എഴുതാം 2 sin theta by 2 cos theta by 2. 2 sin ഇതിൻ്റെ ഹാഫ് pi by 4 minus x by 2 cos pi by 4 minus x by 2 whole divided by 1 plus cos theta 2 cos square theta by 2 pi by 4 minus x by 2 2 cancel 1 cos cancel sin by cos എന്താ tan pi by 4 minus x by 2 tan inverse tan എന്ത് കിട്ടും നമുക്ക് pi by 4 minus so dy by dx equals derivative of pi by 4 0 minus 1 by 2. ഇവിടെ cos x നെ sin 90 minus theta ആ ഒരു ഫോമിൽ എഴുതി sin pi by 2 minus x sin 90 minus x എന്താ cos x cos 90 minus x sin x sin theta 2 sin theta by 2 cos theta by 2 1 plus cos theta 2 cos square theta by 2. Question number 8. X is equal to a into 1 plus cos theta. Y is equal to a into theta plus sin theta. Find y2. y2 means second derivative. Theta is equal to pi by 2. ഇവിടെ എന്ത് ഫോമാണ് പാരാമെട്രിക് ഫോം അല്ലേ എക്സ് തീറ്റയിലുണ്ട് വൈയും തീറ്റയിലുണ്ട് dy by dx is equal to dy by d theta by dx by d theta a into derivative of theta 1 derivative of sin theta cos theta a into minus sin theta minus numerator 1 plus cos theta 2 cos square theta by 2 sin theta 2 sin theta by 2 cos theta by 2 cot theta by 2 നമുക്ക് y2 ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ് മൈനസ് അതേപോലെ എഴുതുക കോട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് കൊസി സ്ക്വയർ തീറ്റ ബൈ 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തീറ്റ ബൈ 2 1 by 2 ഇൻറ്റു
ഡെറിവേറ്റീവ് ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വിട്ടുപോകരുത്. ഡി തീറ്റ ബൈ ഡി എക്സ്. ഇപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ എന്താ? മൈനസ് എ സൈൻ തീറ്റ. അതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. y2 is equal to മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി തീറ്റ. ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റയുടെ റെസിപ്രോക്കൽ. ഇനി നമുക്ക് തീറ്റ എന്ത് കൊടുക്കണം? π/2. തീറ്റ π/2. y2 is equal to π/2/2 π/4. cosec 45 എത്രയാണ്? √2 സ്ക്വയർ 2. 1/2 ഇൻറ്റു മൈനസ് 1/a ഇൻറ്റു സൈൻ 91. ആൻസർ 1/a. Question number 9. The derivative of sin inverse 2x into root of 1 minus x square with respect to sin inverse 3x minus 4x cube. ഇവിടെ ഒരു ടൈമിൻ്റെ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു അനദർ. സാധാരണ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ വരുന്ന കേസ് നമുക്ക് ആദ്യത്തെ യു എന്നും രണ്ടാമത്തെ വി എന്നും കൊടുക്കാം. നമുക്കിവിടെ ഒരേ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമുക്കിത് എളുപ്പം ചെയ്യാം. ചില കേസിൽ ഒരേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. ഇതിലിപ്പോൾ നമുക്ക് സൈൻ തീറ്റ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? 2 sin തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ. 1 മൈനസ് സൈൻ സ്ക്വയർ എന്താ? കോസ് സ്ക്വയർ. റൂട്ട് എടുക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? കോസ് കിട്ടും. അപ്പോൾ യു എങ്ങനെ മാറും? സൈൻ ഇൻവേഴ്സ് 2 sin തീറ്റ കോസ് തീറ്റ. 2 sin തീറ്റ കോസ് തീറ്റ എന്താ? സൈൻ 2 തീറ്റ. ദാറ്റ് ഈസ് 2 തീറ്റ. വി ഈസ് ഈക്വൽ ടു 3 sin തീറ്റ മൈനസ് 4 sin ക്യൂബ് തീറ്റ എന്താ? സൈൻ 3 തീറ്റ. ഒരേ സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്തത് അല്ലേ? സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. തിരിച്ച് എക്സിൽ കൊണ്ടുവരണ്ട. ഡി യു ബൈ ഡി വി. ഡെറിവേറ്റീവ് ഓഫ് 2 തീറ്റ 2. ഡെറിവേറ്റീവ് ഓഫ് 2 തീറ്റ 3 തീറ്റ 3. ആൻസർ 2/3. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ സെയിം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇതിന് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവിനെ സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഞാൻ ഇന്നലെ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു ലിമിറ്റിൻ്റെ. ഇന്നലത്തെ ഹോംവർക്കിൻ്റെ ആൻസറാണ് എഫ് എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ബൈ എക്സ് മൈനസ് 1 എക്സ് നോട്ട് ഈക്വൽ ടു 1. ഇതായിരുന്നല്ലോ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. അതായിരുന്നു ക്വസ്റ്റ്യൻ. log x by ഇവിടെ 1 മൈനസ് 1 0 log 1 0 0/0 ഫോം വരുന്നുണ്ട്. നമുക്കിത് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ. log എക്സിന് ഡെറിവേറ്റീവ് 1/x എക്സ് മൈനസ് 1 × 1. ഇനി എക്സിന് 1 കൊടുക്കുമ്പോൾ 1/1 1. ഓപ്ഷൻ സി. ഒരു കുട്ടി ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നു. കറക്റ്റാണ്. ഇന്നത്തെ ഹോംവർക്ക് ഇന്ന് ഇവിടെ ഉള്ള ഹോംവർക്ക്. നാളെ മറ്റന്നാൾ പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യല്ലേ. YEC ഹോംവർക്കാണ്. വൺ ബൈ 1 + x + x². ഫൈൻഡ് y ഡാഷ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ y കണക്ട് ചെയ്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫോമിൽ ആൻസർ എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ ഞാൻ ഓപ്ഷൻസ് തരുന്നില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാളെ ഞാൻ ഇൻ്റഗ്രേഷൻ
അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ ഇൻറ്റഗ്രേഷനും കൂടെ ഇടുന്നുണ്ട്, അതിൽ ഇതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.